ഇറാൻ്റെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് കറണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നും അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രതികരണമായിരിക്കുമെന്നും ഏതാനും അസറ്റുകൾ അഥവാ അമേരിക്കയുടെ അസറ്റുകൾ അത് ലക്ഷ്യകേന്ദ്രമായേക്കാമെന്നും പറയുന്നുണ്ട്. അഥവാ ഖത്തർ, UAE, ബഹ്റൈൻ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുള്ള അസറ്റുകളെയും പ്രത്യേകം പരിഗണിക്കപ്പെട്ടേക്കാം എന്നാണ് കറണ്ട് ലൈവ് ന്യൂസ് പറയുന്നത്. അഥവാ ട്വിറ്റർ ഹാൻഡിൽ പോയാൽ ഇതേ ന്യൂസ് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് സമയമെടുക്കുന്നില്ല, വളരെ തുച്ഛമായ വളരെ മിനിറ്റുകൾ മാത്രമേ ഇറാൻ്റെ പ്രതികരണത്തിന് കാത്തിരിക്കേണ്ടതുള്ളൂ. കഴിഞ്ഞ 2025 ജൂൺ മാസം 2 ദിവസം അഥവാ 48 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അത്രമേൽ കാത്തിരിക്കേണ്ടതില്ല എന്നതാണ് കറണ്ട് ന്യൂസ് പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 12:53 ആ വാർത്ത പുറത്തുവിടുന്നത്. അത് അസറ്റുകളായി കണക്കാക്കപ്പെടുന്നത് യുദ്ധത്തിൻ്റെ അഥവാ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഈ യുദ്ധം ഇപ്പോൾ അവിടെ നടത്തി തുടങ്ങിയത്. അമേരിക്കയുടെയും പങ്ക് ഡയറക്റ്റായിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ളതും അസറ്റുകളും നിർവീര്യമാക്കുക എന്നതാണെന്നും ഫൈനൽ ബാറ്റിൽ ഏതിനോടകം ആരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് വരുന്നത്. ഇത് പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ന്യൂസ് പുറത്തുവിട്ടത് കറണ്ട് ന്യൂസ് എന്ന് പറയുന്ന പോർട്ടലാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഏതൊക്കെ ഭാഗങ്ങൾ കത്തിക്കയറും എന്നത് കാത്തിരിക്കേണ്ടതാണ്. ഇറാൻ വലിയ രൂപത്തിൽ ആത്മസംയമനം പാലിക്കുകയും ചർച്ചകൾക്ക് വേണ്ടി തയ്യാറാവുകയും അടുത്ത ആഴ്ച വീണ്ടും ചർച്ചയെന്ന് ട്രംപ് ഈ പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ പ്രഖ്യാപന രഹിതമായിട്ട് അല്ലെങ്കിൽ നിരുത്തരപരമായിട്ട് ഒരു സമീപനം സ്വീകരിക്കുകയും രണ്ടുപേരും കൂടി ഒട്ടനേകം സ്ഥലങ്ങളിൽ ഡസൻ കണക്കിനെന്ന് പറയുന്നുണ്ട്, 4 സ്ഥലങ്ങളിലാണെന്ന് പറയുന്നുണ്ട്, 30 സ്ഥലങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരേ ടൈമിലാണ് അതിൽ ആയത്തുള്ള ഖാംനയുടെ വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിദേശകാര്യ മന്ത്രിയുടെ പ്രതിരോധ മന്ത്രിയുടെ വസതിക്കും നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരണം വരുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഈ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഈ ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാൻ്റെ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇറാൻ്റെ ആ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാനും നിമിഷങ്ങൾക്കകം സംഭവിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും നീതി ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ട്രാക്കുളകരുടെ ഏറ്റവും അസമാധാനത്തിൻ്റെ വിത്തുപാകൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെവിടെ എത്തും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ. യുദ്ധം നീതിക്ക് വേണ്ടിയാകട്ടെ, നീതി ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.